നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകണം. നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ വേഷത്തിൽ നടക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അവരെ ബന്ധപ്പെട്ടവരെല്ലാവരും അറിയിച്ചു. ഞങ്ങൾക്കൊരു വിഷമമുള്ളത് ഇന്നു മുതൽ തുടങ്ങിയതല്ല, കുറേ നാളുകളായി തന്നെ ഈ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണങ്ങളുണ്ട്. അത് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയിച്ചു. ഞാൻ ഇപ്പോൾ രാജീവിനോട് അതും പറഞ്ഞു, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം സംരക്ഷണം കിട്ടണം. അതിനേക്കാൾ അവർ നീതി നടപ്പാക്കണം. ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഇത് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് ഇനി അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് രാജീവിനോട് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോട്, ഹോം മിനിസ്റ്ററോട് അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് പറയുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയേണ്ടത് ആദ്യം തന്നെ ഭരിക്കുന്നവരോടാണ്. വിഷയത്തെ രാഷ്ട്രീയ നാടകമാക്കരുത് എന്താണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം. ഒരു കുറ്റപ്പെടുത്തൽ സ്വരമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ BJPക്കെതിരെ വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. സഭകളുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്ന്, ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം ഉയർന്നു വരുന്നത്. അതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയും രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണവും. അത് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും. ഞാനൊരു എന്നോട് ടൈം ലൈൻ ഒന്നും ചോദിക്കരുത്. കാരണം നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടതാണ്, ഒരു ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻസ് കോർട്ടിൽ പുറത്ത് ഈ ക്രൗഡെല്ലാം കണ്ടിട്ട് ജഡ്ജ് തന്നെ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. അപ്പോൾ ഇത് ഒരു സെൻസിറ്റീവ് മാറ്ററാണെന്ന് ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു, മിനിഞ്ഞാന്നും പറഞ്ഞു. ഇതിനെ രാഷ്ട്രീയ നാടകമായിട്ട് മാറ്റരുത്. ചിലർ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്, ജയിലിൻ്റെ മുമ്പ് പോയി നാടകം ചെയ്യുക. ഇതൊന്നും ഒരു ആവശ്യമില്ല. MS ലിഷോയിയാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. ലിഷോയി, തൃശ്ശൂരിലെ ലോക്സഭാ സീറ്റിലെ BJPയുടെ വിജയം, അപ്പോൾ ക്രൈസ്തവ സഭകളുടെ അകമഴിഞ്ഞ ഒരു പിന്തുണ ഉണ്ടായിരുന്ന തരത്തിൽ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളൊക്കെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഇക്വേഷൻ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഉണ്ടാകുന്നത്. സഭകളുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ പ്രതികരണങ്ങൾ, ക്ലിമിസ് ബാബെ പോലെയുള്ളവരുടെ ഭാഗത്തുനിന്ന് അതിരൂക്ഷമായ പ്രതികരണം BJP നേതാക്കൾക്ക് എതിരെ ഉണ്ടാകുന്നതും അതിന് തുടർച്ചയായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. രാജീവ് ചന്ദ്രശേഖർ നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തുന്നു. എന്താണ് ഇന്ന് സംഭവിച്ചത്? സഭകളുടെ നേരത്തെയുള്ള നിലപാടിൽ അയവ് വന്നിട്ടുണ്ടോ BJPയോട്? തീർച്ചയായും അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിലുള്ള ഒരേ ഒരു ലോക്സഭാ സീറ്റ് അത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ സഭയ്ക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു ഇടം കൂടിയാണ്. മാത്രമല്ല തൃശ്ശൂരിലെ MP കൂടിയായ സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് സഭാ നേതൃത്വവുമായി ചർച്ച നടത്തുന്നു. അതിനോടൊപ്പം തന്നെ ഈ വിവിധ ദേവാലയങ്ങളൊക്കെ തന്നെ സന്ദർശിക്കുന്നു. ഒക്കെ പതിവായ ഒരു കാഴ്ചയാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ സഭയുമായുള്ള ബന്ധം അത് വളരെയധികം മോശമാകുന്ന രീതിയിലേക്ക് എത്തുന്ന തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഉണ്ടായൊരു സമയത്ത് ഏറ്റവും ആദ്യം തെരുവിലിറങ്ങി സർക്കാരിനെതിരെ പ്രതികരിച്ചത് ഈ തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ രൂപതയെ അത് കൃത്യമായി ഈ രൂപതയുമായുള്ള ബന്ധം വീണ്ടും പഴയ നിലയിലേക്ക് എത്തിക്കുക, അവരുമായി ഒരു സമവായ ചർച്ചയിലേക്ക് എത്തുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരെ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം തട്ടിൽ പിതാവുമായി കൊച്ചിയിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അതിനുശേഷവും ഇന്നിപ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തുമായി അദ്ദേഹം ചർച്ച നടത്താനായി എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ പ്രധാനമന്ത്രി അറിയിച്ച വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ ബിഷപ്പിനെ അറിയിക്കുക, അതിനോടൊപ്പം തന്നെ ഈ ക്രിസ്ത്യൻ സഭയുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് നൽകുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. മഞ്ഞുരുക്കം എന്നത് BJPയെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. സഭകളുമായുള്ള ബന്ധത്തിൽ കോട്ടം തട്ടിയ പശ്ചാത്തലത്തിൽ ആ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ്. കാര്യങ്ങൾ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും സഭകൾക്ക് മുന്നിൽ എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പം മൗനത്തിലേക്ക് പോയതിനുള്ള കാരണം എന്നത് വളരെ വ്യക്തമാണ്. കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണമില്ലായ്മയിലൊക്കെ അത് നിഴലിച്ച് നിന്നതുമാണ്. അതിന് പിന്നാലെ ഇപ്പോൾ അമിത്ഷാ ആഭ്യന്തരമന്ത്രി നേരിട്ട് തന്നെ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സഭാ നേതൃത്വവുമായി BJP വിശദീകരിക്കുന്നത്. ഇപ്പോൾ റായ്പൂരിലേക്ക് ഇടത് MP-മാർ കൂടി എത്തുന്നു എന്നൊരു വാർത്ത അനൂപ് ദാസ് പങ്കുവയ്ക്കുന്നു. ജോൺ ബ്രിട്ടാസും P സന്തോഷ് കുമാറും ഉടൻ റായ്പൂരിലേക്ക് തിരിക്കും. ഇരുവരും ഉച്ചയ്ക്ക് ശേഷം ദുർഗ് ജയിലിൽ എത്തും. ഇപ്പോൾ BJPയുടെ പ്രതികൾ അവിടെ തുടരുന്നുണ്ട്. അനൂപ് ആന്റണി തുടരുന്നു. ഇപ്പോൾ ഷോൺ ജോർജ് കൂടി അവിടേക്ക് എത്തുകയാണ്. കോൺഗ്രസിന്റെ MLA-മാർ റോജി M. ജോൺ കഴിഞ്ഞ കുറേ ദിവസമായി അവിടെ തുടരുകയാണ്. ഇരിക്കൂർ MLA സജീവ് ജോസഫ് അവിടെ
തുടരുന്നുണ്ട്. ഒരു കന്യാസ്ത്രീയുടെ സഹോദരന്മാരുമായാണ് അദ്ദേഹം അവിടേക്ക് പോയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇടത് നേതാക്കൾ കൂടി ഇവിടെ ദുർഗ് ജയിലിലേക്ക് എത്തുന്നതും അവിടുത്തെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നതും.